ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് യമഹ MT15ൻ്റെ ഹസാർഡ് ലൈറ്റ് ഇൻസ്റ്റാളേഷനും അതേപോലെ തന്നെ റിംഗ് ലൈറ്റ് ഇൻസ്റ്റാളേഷനും എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമഹ MT BS6 മോഡലാണ്. ഇത് യമഹ MT15ൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ മറ്റുള്ള ബൈക്കുകളിലും ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന അടുത്ത ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോൻ്റെ അവസാനം ലൈക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട്. ആദ്യം തന്നെ ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഓരോരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു റിംഗ് ലൈറ്റ് കാണാനൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് നേരിട്ട് കാണാൻ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആണ്. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഹസാർഡ് ലൈറ്റും അതേപോലെ തന്നെ ഈ ഒരു റിംഗ് ലൈറ്റും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് ഒരു പ്ലസ് സ്ക്രൂ ഡ്രൈവർ, വളരെ ഷോർട്ടായിട്ടുള്ള ലെങ്ത്ത് കുറഞ്ഞ ഒരു സ്ക്രൂ ഡ്രൈവർ മതി. അതുപോലെ തന്നെ ഒരു അലൻ കീ വേണം, ചെറിയ സൈസാണ്. നിങ്ങളടുത്തില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളെടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയത് മേടിക്കണമെങ്കിൽ മേടിക്കുക, ചെറിയ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു ഇൻസുലേഷൻ ടാപ്പുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു MT15ൽ നേരത്തെ ചെയ്ത ഒരു വർക്കാണ് ഇതിൻ്റെ ആ ഒരു റിംഗ് ലൈറ്റും അതേപോലെ തന്നെ ഹസാർഡ് ലൈറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്ത് എന്നുള്ളത് ജസ്റ്റ് ഈ ഒരു പ്ലാസ്റ്റിക് പീസൊക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു 3Mൻ്റെ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിംഗ് ലൈറ്റ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളേതായ ഐഡിയയിൽ എന്ത് ചെയ്യാം, ഈ ഒരു റിംഗ് ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിങ് എങ്ങനെയെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം അതിനായി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വൈസർ റിമൂവ് ചെയ്യണം. അതിന് ഈ ഒരു 4 അലൻ ബോൾട്ടുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഇതിനാണ് അലൻ കീ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു അലൻ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 4 ബോൾട്ടും ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പീസ് മാത്രം നമുക്ക് ഇങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മാത്രം റിമൂവ് ചെയ്താൽ പോരാ, അതിന് താഴെയുള്ള ഒരു പീസും കൂടെ റിമൂവ് ചെയ്യാണ്ട് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു 4 ബോൾട്ട് ഇതേപോലെ ലൂസാക്കുക. അപ്പോൾ നമ്മൾ ആ 4 അലൻ ബോൾട്ടും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പീസ് എന്തായാലും ഇതിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. അത് നമുക്ക് നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനുള്ളത് ഈ പാർക്കിംഗ് ലൈറ്റ് ഇരിക്കുന്ന ഈ ഒരു അസംബ്ലിയാണ്. ഈ ഒരു പ്ലാസ്റ്റിക് പീസ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ അത് ഒരു ലെങ്ത്ത് കുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ബാക്കിലായിട്ട് 2 സ്ക്രൂകൾ ഇരിക്കുന്നുണ്ട്. അത് ഊരാൻ നല്ല ലോങ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂകൾ എന്ന് പറയുന്നത് ഒന്ന് ആ ഒരു സെൻറ്ററിൽ ആ ഒരു ഹോളിനുള്ളിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലത്തെ വശത്തെ പാർക്കിംഗ് ലൈറ്റിൻ്റെ ആ ഒരു അടിയിലായിട്ടും ഇടത്തെ വശത്തെ പാർക്കിംഗ് ലൈറ്റിൻ്റെ അടിയിലായിട്ടും ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 സ്ക്രൂവും ലൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു 2 സ്ക്രൂവും കൂടെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് അസംബ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ടും 2 സ്ക്രൂ 2 സൈഡിലായിട്ടും വരുന്നുണ്ട്. അതായത് ടോട്ടൽ 4 സ്ക്രൂ വരുന്നുണ്ട്. അതും നമ്മൾ ഓൾറെഡി ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് അസംബ്ലി ഇങ്ങോട്ട് വരും. അതായത് അത് ലൂസായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം 7 സ്ക്രൂകളോളം നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു വയറിങ് വരുന്നതെന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ വയറിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റും റെഡ് പോലത്തെ ഒരു കളറുമാണ്. അപ്പം എല്ലാ അഡീഷണലായിട്ട് മേടിക്കുന്ന ലൈറ്റുകളും ഒരേ കളറിലുള്ള ആ ഒരു വയറുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങുന്നത് പല രീതിയിലുള്ള കളറുകളായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കളർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിംഗ് ലൈറ്റ് ഇവിടെ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും പോകുന്ന വയർ, അതായത് ഒരു റെഡും ഒരു വൈറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നേരെ ഇതിൻ്റെ ബാക്കിലൂടെ നമ്മൾ മുകളിലോട്ട് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു റെഡ് അതേപോലെ തന്നെ വൈറ്റും വയർ വരുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ലെങ്ത്ത് കുറവായതുകൊണ്ട് അഡീഷണലായിട്ട് നമ്മളടുത്തുള്ള ഒരു ബ്ലാക്ക് വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 ബ്ലാക്ക് വയറുകളാണ് ഇവിടെ കാണുന്നത്. ഇത് നേരെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മളെ പാർക്ക് ലൈറ്റിൻ്റെ, അതായത് 2 പാർക്ക് ലൈറ്റ് ഉണ്ട്. അതിലേക്ക് 2 കപ്ലറുകൾ വന്നിട്ടുണ്ടാവും. ഒന്ന് ഈ ഒരു കപ്ലറാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന ഒരു കപ്ലറും കൂടെ പാർക്കിംഗ് ലൈറ്റിൻ്റെ കപ്ലറാണ്. അതായത് ഇതും അതേപോലെ തന്നെ
ഈ ഒരു 2 കപ്ലറും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ 2 പാർക്ക് ലൈറ്റും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ കണക്ഷൻ എടുക്കുന്നത് ഈ വണ്ടീൻ്റെ ഈ ഒരു പാർക്ക് ലൈറ്റിൻ്റെ ഒരു കപ്ലറിൽ നിന്നുമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്ലറിൽ നിന്നും എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റും അതേപോലെ തന്നെ റെഡ് വയറും നേരെ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കേബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നേരെ നമ്മൾ ഒരു പാർക്കിംഗ് ലൈറ്റിൻ്റെ കപ്ലറിലേക്ക് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഇൻസുലേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് അല്ലെങ്കിൽ 4 ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായി ആ ഒരു സ്വിച്ച് നമ്മൾ ഷോപ്പിൽ നിന്നും മേടിക്കുക. എക്സ്ട്രാ നിങ്ങൾക്ക് ഏതെങ്കിലും ആക്സസറീസിൻ്റെ ഷോപ്പിൽ പോയി മേടിക്കാം. അതിൽ നിന്നും വരുന്ന ആ ഒരു കേബിളാണിത്. അപ്പോൾ അത് നേരെ വന്നിട്ട് നമുക്കിവിടെ ഒരു ഗ്രീൻ കളറിലും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ആ ഒരു സ്വിച്ചിൽ നിന്നും വരുന്ന വയറാണ്. അപ്പം ഒന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് വയറിലേക്കും അതേപോലെ തന്നെ ഒന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് വയറിലേക്കാണ്. ആ സ്വിച്ചിൻ്റെ 2 വയറാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു വയർ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിൻ്റെ കേബിള് കണ്ടെത്തിയിട്ട്, അതാണ് ഇവിടെ നമ്മളെ MTൻ്റെ ഈ ഒരു കേബിൾ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന വയർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിലെ പോസിറ്റീവ് ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഏതെങ്കിലും, അതായത് അടുത്തൊരു വയർ നമ്മൾ നേരെ ഇപ്പുറത്തെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ പോസിറ്റീവ് വയറിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് എങ്ങനെയാണ് നമ്മളെ പാർക്കിംഗ് ലൈറ്റും അതേപോലെ തന്നെ റിംഗ് ലൈറ്റും ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഹസാർഡ് ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോഴത്തെ വണ്ടിയിലൊന്നും ഹെഡ്ലൈറ്റും സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കീ ഓൺ ആക്കിയ സമയത്ത് തന്നെ നമ്മൾ പാർക്കിംഗ് ലൈറ്റ് ഓൺ ആയിരിക്കും. ആ പാർക്കിംഗ് ലൈറ്റിൻ്റെ കണക്ഷനാണ് നമ്മൾ റിംഗ് ലൈറ്റിലേക്ക് എടുത്തത്. അപ്പോൾ പാർക്കിംഗ് ലൈറ്റ് ഓൺ ആവുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ റിംഗ് ലൈറ്റും ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹസാർഡ് ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആദ്യം ഒന്ന് ഓൺ ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ള ഈ സ്വിച്ചും ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4 ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ ഹസാർഡ് ലൈറ്റ് ഓൺ ആയത് കാണാൻ പറ്റും. അതായത് 4 ഇൻഡിക്കേറ്ററും അപ്പം ഒരു സമയത്ത് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വയറിങ് രീതിയാണ്. ഒന്നുമില്ല, ആ ഒരു സ്വിച്ചിൻ്റെ ജസ്റ്റ് ആ ഒരു സ്വിച്ച് മാത്രം മതി ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അതേപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻറ്റ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.